ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഇലയടയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് ഞാനൊരു 3 ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിരുന്നതാണ്. അതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല പഴുത്ത പഴമാണെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരല്പം പഴുപ്പ് കുറഞ്ഞ പഴമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച വെള്ളം വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കത് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. ഞാൻ മുഴുവനായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയൊരളവിൽ കറുത്ത എള്ളില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ളിന് പകരമായിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതിയേ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് തേങ്ങയൊന്ന് വിളയിച്ചെടുക്കുക. ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടൊന്ന് പാനിയാക്കി എടുത്തിരുന്നതാണ്. അതൊരു അരിപ്പ ഉപയോഗിച്ചൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിലുണ്ടാവും കേട്ടോ തേങ്ങ ചിരകിയത്. ഇനി നമുക്കൊരു 2 ഏലക്കയുടെ ആ ഒരു കുരുവും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ടൊന്ന് വിളയിച്ചും കൂടി എടുക്കുക. ഇനി നമുക്കൊരു വാഴയില ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ വാഴയില മുഴുവനായിട്ട് എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് പിന്നീട് പീസായിട്ട് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം. ഇനിയിപ്പോൾ ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് പീസാക്കിയിട്ട് ഇതൊന്ന് തുടച്ചും കൂടി എടുക്കുക. വാഴയില ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കുഴച്ചെടുത്തിരുന്ന ആ ഒരു മാവില്ലേ, അത് വെച്ചിട്ട് ഞാൻ 3 ഇലയടയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒന്ന് കയ്യിലിടയ്ക്കൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ, എങ്കിലാണ് നമുക്ക് ആ ഒരു അട തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ മുഴുവനായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടൊന്ന് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ലൊരു രുചിയോട് കൂടിയുള്ളൊരു ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മുറിച്ചും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.